വാളെടുത്തവൻ വാളാലെന്ന് കേട്ടിട്ടില്ലേ? അതാണ് തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശി ഷിബിലിക്കും സംഭവിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷിബിലിയെ കൊലപ്പെടുത്തിയത് സുഹൃത്തുക്കൾ ചേർന്നാണ്. സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. കൊല്ലപ്പെട്ട യുവാവിന്റെ ശരീരത്തിൽ അടിയും ചവിട്ടുമേറ്റതിന്റെ പാടുകളുണ്ട്. ആന്തരിക അവയവങ്ങൾക്കുണ്ടായ ക്ഷതമാണ് മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. സംഭവത്തിൽ 2 പ്രതികളെ തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു. രാവിലെയാണ് മുട്ടത്തറയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭീമാപള്ളി സ്വദേശി ഷിബിലിയാണ് കൊല്ലപ്പെട്ടത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. രാത്രിയിൽ ഷിബിലിയും സുഹൃത്തുക്കളും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഷിബിലിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതെന്ന് പോലീസ് പറയുന്നു. ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ ഉണ്ടെങ്കിലും അത് ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവല്ലെന്നാണ് പോലീസ് നിഗമനം. അടിയും ചവിട്ടുമടക്കം ക്രൂരമായ മർദ്ദനം യുവാവിനേറ്റിട്ടുണ്ട്. ചവിട്ടേറ്റതിനെ തുടർന്ന് ആന്തരിക അവയവങ്ങൾക്കുണ്ടായ ക്ഷതങ്ങളാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഷിബിലിയുടെ സുഹൃത്തുക്കളും സഹോദരന്മാരുമായ ഇനാദ്, ഇനാസ് എന്നീ പ്രതികളെ തിരിച്ചറിഞ്ഞതായും ഇവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു. പ്രതികളുടെ പിതാവിനെയും മറ്റൊരു യുവാവിനെയും പൂന്തുറ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. സംഭവത്തിൽ കൂടുതൽ പേരുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായും പോലീസ് പറഞ്ഞു. മരിച്ച ഷിബിലിക്കെതിരെ പൂന്തുറ സ്റ്റേഷനിലടക്കം നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി 20-ലധികം കേസുകളുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം.